പുതിയ ഒരു വത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കേവർക്കും 2026 ആണ്ടിന്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. എത്രയോ പെട്ടെന്നാണ് അത് പോയതെന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷത്തിന്റെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ഓരോ മാസങ്ങളും നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച ഒരു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവമാണ് ഈ 2026 ആണ്ട് കാണുവാനായിട്ട് നിങ്ങളെ ഈ വർഷത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ വർഷത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാൻ എത്രത്തോളം നമുക്ക് കഴിഞ്ഞിരുന്നു? പലപ്പോഴും ചില പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് പലരും പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കാറുള്ളത്. അവരാഗ്രഹിക്കുന്നത് ദൈവികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം, ദൈവത്തെ കൂടുതൽ അറിയണം, ദൈവവചനം വായിക്കണം, പഠിക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കാം. എന്നാൽ പലപ്പോഴും വർഷത്തിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന് കഴിയാത്തവരായി, നിരാശരായി, ഞാൻ അവിശ്വസ്തനായി, അതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പലർക്കും സംഭവിക്കാറുള്ള കാര്യം പ്രസ്താവിക്കപ്പെടാറുള്ളത്. എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്. നാം എത്ര അവിശ്വസ്തരായിരുന്നാലും നമ്മോടുള്ള ദൈവത്തിന്റെ കരുണ അത് മാറിപ്പോകാത്തതാണ്. ആ കരുണയാണ് നമ്മെ ഈ പുതിയ വർഷത്തിലേക്ക് ഒരു വർഷവും കൂടെ നമുക്ക് നീട്ടിത്തന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാലാണ് ഈ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് എന്ന് നാം ആദ്യമേ തന്നെ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവമൊരുക്കിയ രക്ഷാമാർഗത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവരല്ലേ നാം എല്ലാവരും? ആ ദൈവത്തോട് നമുക്ക് എത്രയോ വലിയ നന്ദിയും കടപ്പാടും ഉള്ളവരായി നാം ജീവിക്കേണ്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു വർഷത്തിലെ എത്ര ഞായറാഴ്ചകൾ നമുക്ക് ആരാധിപ്പാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള സഭായോഗങ്ങളിൽ കൂടാതെ വണ്ണം അതിനെ നാം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്? ഇടയ്ക്കുള്ള ബൈബിൾ സ്റ്റഡി ക്ലാസുകൾ എത്ര നാം ഒഴിവാക്കിയിട്ടുണ്ട്? അങ്ങനെ ആത്മീകമായിട്ട് എനിക്ക് ഉത്തേജനം ലഭിക്കാമാകുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ ആഴ്ചകളിലും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭകളിൽ പലവിധമായ ആത്മീകമായ കൂടിവരവുകളുണ്ട്. അതൊന്നും ഒഴിവാക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ഇനിയും ഒരാണ്ട് കൂടെ ഈ നിലയിൽ കാണുവാൻ കഴിയുമോ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് സർവശക്തനായ ദൈവം മാത്രം അറിയുന്ന കാര്യമാണ്. എന്നാൽ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാനായി ഒരു വാക്യശകലം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായത്തിന്റെ 10 വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ ബലമുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വാക്യത്തിൽ നിന്നും 3 വാക്കുകളെ മാത്രം എടുത്തൊന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടേണ്ട. നമുക്കറിയാം, നമ്മുടെ ജീവിത വഴികളിൽ നാം ഭയപ്പെട്ടു പോകുന്ന അനേക രംഗങ്ങളുണ്ട്. എൻ്റെ ജോലി നഷ്ടമാകുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമോ? എൻ്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതം എപ്രകാരമാകുമോ? അങ്ങനെയൊക്കെ നാം പല കാര്യങ്ങളിൽ ഭയവും ആശങ്കയുമുള്ളവരാണ്. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് പറയുന്നത് ആരോടാണ്? ഇസ്രായേലിനോടാണ് പറയുന്നത്. അതിൻ്റെ താഴെയുള്ള വാക്യത്തിൽ പുഴുവായ യാക്കോബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ ഏതുമില്ലാത്തവനാണ്, എന്നാൽ നിന്നെ നിലനിർത്തിയിരിക്കുന്നത്, ഭയം കൂടാതെ മുന്നോട്ട് പോകുവാൻ നിനക്ക് കൃപ നൽകിയത് ഞാനാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ
ഭയം കൂടാതെ ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് ധാരാളം കൃപ നൽകുമാറാകട്ടെ. രണ്ടാമത്, ഞാൻ നിന്നെ ശക്തീകരിക്കും. പലപ്പോഴും നാം നിരാശരായി പോകാറുണ്ട്. ജീവിതത്തിലെ പലവിധമായ പ്രതിസന്ധികൾ, അതൊരു പക്ഷേ രോഗമാകാം, സാമ്പത്തികമായ ക്ലേശമാകാം, അതല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പലവിധമായ ബുദ്ധിമുട്ടുകളാകാം. ഇനി അതുകൂടാതെ ആത്മീക രംഗത്തുള്ള സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകളാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നിരാശപ്പെട്ടു പോകുവാനായിട്ട് ആവശ്യമില്ല. കാരണം ഞാൻ നിന്നെ ശക്തീകരിപ്പാനായിട്ട് നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ പ്രയാസ പ്രതിസന്ധികൾ ഏത് നമ്മുടെ മുമ്പാകെ വന്നാലും നമുക്കൊരു കാര്യത്തിൽ ധൈര്യപ്പെടാം: എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിഷ്കളങ്കനായി, നീതിമാനായി, ദോഷം വിട്ടകലുന്നവനായി ജീവിച്ചാൽ ആ ദൈവം എന്നെ ശക്തീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പോടെ നമുക്ക് ജീവിക്കാം. അവസാനമായി ഒരു വാക്ക് അതിനകത്ത് പ്രത്യേകം നാം കാണേണ്ടത്: ഞാൻ നിന്റെ ദൈവമാകും. ഇതെത്രയോ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ഈ ലോകത്തിലെ അനേക കോടി ജനങ്ങൾക്ക് ഈ ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ, ഈ ദൈവം എത്ര അത്ഭുതവാനാണെന്നും എത്രയോ സർവശക്തനാണെന്നും എത്രയോ സർവജ്ഞാനിയാണെന്നും മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അനേക സന്ദേശങ്ങളിലൂടെ ഈ ദൈവം എത്രയോ ഉന്നതനാണെന്നും ഈ ദൈവം നമ്മെ ശക്തീകരിക്കുന്നവനും സഹായിക്കുന്നവനാണെന്നുള്ളത് അനേകരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും ഇതുതന്നെയാണ് നമ്മോട് പറഞ്ഞത്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ ദൈവം എൻ്റെ ദൈവം എന്ന് പറവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതുണ്ടാകണമെങ്കിൽ ദൈവം നമുക്കായി ഒരുക്കിയ, പാപികളായ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗത്തിൽ നാം വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ദൈവമക്കളായി തീരുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ആകയാൽ ഈ പുതിയ സംവത്സരത്തിൽ നമുക്ക് ഈ വാക്യം ഹൃദിസ്ഥമാക്കി എല്ലാ നാളും ഏത് പ്രതിസന്ധി വന്നാലും ഏത് ഭയം വന്നാലും ഈ വാക്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം ഈ പുതുവത്സരത്തിൽ എല്ലാവിധമായ നന്മയും അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.